മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട സർക്കാർ നിയമസഭയിൽ പ്രമേയം പാസാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നതുൾപ്പെടെയുള്ള ഭേദഗതി നിർദ്ദേശത്തോടെയാണ് പ്രമേയം അവതരിപ്പിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ നിലവിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായി ഭേദഗതി ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സർക്കാർ പ്രമേയമാണ് നിയമസഭ പാസാക്കിയത്. ചട്ടം 118 പ്രകാരം വനം മന്ത്രി AK ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത്. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മുഴുവൻ അധികാരങ്ങളും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് നൽകണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം തുടങ്ങിയ ഭേദഗതിയോടെയായിരുന്നു പ്രമേയം. വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ചുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും ലഘൂകരിക്കുന്നതിന് ആവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസ്തുത കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ ജീവനും സ്വത്തിനും കൃഷിക്കും നാശനഷ്ടമുണ്ടാകുന്നവർക്ക് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാര തുക ലക്ഷമെങ്കിലും ആക്കണമെന്ന് ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. നിയമത്തിലെ സെക്ഷൻ 62-ൽ പ്രത്യേകമായി തന്നെ ഭേദഗതി വേണമെന്ന് സണ്ണി ജോസഫ് MLAയും ആവശ്യമുന്നയിച്ചു. സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികളല്ലാതെ മറ്റു ഭേദഗതികൾ തള്ളിയെങ്കിലും സഭ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. ജനം, തിരുവനന്തപുരം.